പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക. പ്രത്യേകിച്ച് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുകയാണെങ്കിൽ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകളും വീഡിയോയിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുക വളരെ പെട്ടെന്ന് വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടി നേരിടുന്നതും ജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെയും പശ്ചാത്തലത്തൊക്കെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ക്ഷേമ പെൻഷൻ കുടിശ്ശിക മുഴുവൻ തീർക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി ധനമന്ത്രാലയത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. കുടിശ്ശിക ഇനത്തിലുള്ള തുക ഏകദേശം 9,600 രൂപയാണ് ലഭിക്കേണ്ടത്. പക്ഷേ ഒരു മാസത്തെ തുക ഇപ്പോൾ ലഭിക്കും. ഇത് കൂടാതെ 8,000 രൂപ കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ തുക ഉടനെ തന്നെ വിതരണം ചെയ്യുവാനുള്ള നടപടി വേണമെന്നാണ് ഇപ്പോൾ ഈ ഒരു LDF മുന്നണിയുടെ പല ഭാഗത്തു നിന്നും അഭിപ്രായങ്ങൾ വന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിക്കെതിരെയും വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം പാർട്ടിക്കകത്തുനിന്ന് വരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ലോക്സഭാ ഇലക്ഷന്റെ ഭാഗമായിട്ട് തോൽവി ഉണ്ടായതിനെ തുടർന്ന്. മാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് CPI ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയുകയും ചെയ്യുന്നു. ഒരേ മുന്നണിയിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇതുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത മാസം മുതൽ തന്നെ കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ തുക വിതരണം ചെയ്ത് തുടങ്ങുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടാതെ വളരെയധികം ആളുകൾ ചോദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു മാസത്തെ എല്ലാ മാസവും ഇപ്പോൾ ഒരു മാസത്തെ തുക വീതം നൽകുന്നുണ്ട്. ആ തുക എപ്പോൾ ലഭിക്കും, അതായത് ഈ മാസത്തെ തുക എപ്പോൾ ലഭിക്കും എന്നുള്ളത്. അപ്പോൾ ഈ വരുന്ന 24, 25, 26 തീയതികളിലൊക്കെ ആയിട്ട് തുകയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ഫണ്ട് അനുവദിച്ച് അത് DBT സെല്ലിന് കൈമാറി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒറ്റത്തവണ ട്രാൻസ്ഫർ ആയിട്ട് DBT സംവിധാനങ്ങൾ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഉപയോഗിച്ച് ഒറ്റത്തവണയായിട്ട് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നത്. പക്ഷേ ഈ പ്രാവശ്യം തുക വിതരണം ചെയ്യുമ്പോൾ ഈ കൈകളിലേക്ക് വാങ്ങുന്ന ആളുകൾക്ക് ഇച്ചിരി താമസിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കാരണം ഈ ഒരു സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ സഹകരണ സംഘങ്ങൾക്ക് തുക കൈമാറിയതിനു ശേഷമാണ് തുക വിതരണം ചെയ്യുന്നത്. പക്ഷേ ഇത് പ്രാരംഭഘട്ടത്തിൽ ഈ ഒരു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിക്കുകയും അതിനുശേഷം കൈകളിലേക്ക് തുക വിതരണം ചെയ്യാനുള്ള നടപടിയാവും ഉണ്ടാവുക എന്നുള്ളതാണ് റിപ്പോർട്ട്. ഇതുതന്നെയായാലും ഈ ഒരു കാര്യം പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഈ ഒരു മാസത്തെ പെൻഷൻ തുക വരുന്ന ദിവസം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 24, 25, 26, അതായത് തിങ്കളാഴ്ച മുതൽ തന്നെ ഒരുപക്ഷെ വിതരണം ഉണ്ടായേക്കാം. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വ, ആ ഒരു രീതിയിൽ വിതരണം ഉണ്ടായേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. നമ്മൾ കാണുന്ന മുറയ്ക്ക് അതിന് മറുപടി തരാം, അല്ലെങ്കിൽ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ വന്നത്. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഫേസ്ബുക്ക് പേജ് വഴി വീഡിയോ കാണുന്ന ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.